ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ S6 ഓർഗാനിക് കെമിസ്ട്രി 3 നന്നായി എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ സ്പെക്ട്രോസ്കോപ്പി, ഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയിലും സ്പെക്ട്രോസ്കോപ്പിയിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. സിലബസ് ഡിസ്കഷനിൽ വന്നിരുന്നതാണ്. എങ്കിലും നിങ്ങളത് നന്നായി പഠിച്ചെഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് S6 ഫിസിക്കൽ കെമിസ്ട്രി 3 കൂടെയാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേപ്പർ കോഡെന്ന് പറയുന്നത് CH1643 ആണ്. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മോഡ്യൂൾസ് സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കുക. ക്വാണ്ടം മെക്കാനിക്സ് ആണ് ഫസ്റ്റ് മോഡ്യൂൾ. ദെൻ കൊളോയിഡ്സ് ആൻഡ് അഡ്സോർപ്ഷൻ ഉണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ്, ദെൻ കെമിക്കൽ ആൻഡ് അയണിക് ഇക്വിലിബ്രിയം, ഫേസ് ഇക്വിലിബ്രിയം, ബൈനറി ലിക്വിഡ് സിസ്റ്റംസ്, അതുപോലെ തന്നെ ഫോട്ടോ കെമിസ്ട്രി. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് വീഡിയോ വളരെ ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ക്വാണ്ടം മെക്കാനിക്സ് ഫസ്റ്റ് 2 മോഡ്യൂൾസ് ക്വാണ്ടം മെക്കാനിക്സും കൊളോയിഡ്സ് ആൻഡ് അഡ്സോർപ്ഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സിലബസിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ സിലബസിനോടൊപ്പം തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യനകത്തുള്ള ക്വസ്റ്റ്യൻസ് കമ്പൾസറി ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും വരില്ല, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ മോഡ്യൂളിൽ നിന്നും ചില ക്വസ്റ്റ്യൻസാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ആ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ കുറച്ച് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതിൻ്റെ ഇക്വേഷനും ആ ഡയഗ്രവും വെച്ചിട്ട് പറയണം. അതുപോലെ തന്നെ കോംപ്റ്റൺ ഇഫക്റ്റ്, അതിൻ്റെ ഡയഗ്രവും ഇക്വേഷനും നോക്കി വയ്ക്കണം. പിന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, അത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട E=hν, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണ്. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷനാണ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫുൾ ഇക്വേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഡെൽ സ്ക്വയർ സൈ എന്ന് പറഞ്ഞ് ആ ഒരു ഓപ്പറേറ്റർ ഫോമിലുള്ള ഇക്വേഷനും ഉണ്ട്. അത് രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്. അതുപോലെ തന്നെ വെൽ ബിഹേവ്ഡ് ഫങ്ഷൻസ് എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ വെൽ ബിഹേവ്ഡ് ഫങ്ഷൻസ്, സൈഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ ആകാൻ. അതുപോലെ തന്നെ ഓപ്പറേറ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററും ഹെർമീഷ്യൻ ഓപ്പറേറ്ററും, അത് രണ്ടും എന്താണെന്ന് നോക്കി വയ്ക്കണം. അത് ഇക്വേഷനകത്ത് വരുന്നത് ഉണ്ട്. ഡെൽ സ്ക്വയറും H∪ഉം കൂടെയാണ്. ഇത് രണ്ടും നോക്കി വയ്ക്കുക. H∪ψ E psi എന്നുള്ള ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, പിന്നെ ഡെൽ സ്ക്വയർ സൈ എന്നുള്ളത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ഇത് രണ്ടും നോക്കി വയ്ക്കാം. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. മിക്കവാറും എല്ലാ പ്രാവശ്യവും essay ക്വസ്റ്റിനകത്ത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എന്തായാലും നോക്കി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഓരോരോ പോസ്റ്റ്ലേറ്റ് വെച്ചിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ടു സിമ്പിൾ സിസ്റ്റംസ്, അതൊരു ജനറൽ ഹെഡിങ് ആണ്. അത് ഏതൊക്കെയാണ് സിമ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്. essay ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 ഡയമെൻഷണൽ ബോക്സ് ചോദിക്കാം. അതുപോലെ തന്നെ 3D ബോക്സും ചോദിക്കാം. 3D ബോക്സിൻ്റെ ഇതിലാണ് ഡീജനറസി കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ അത് നോക്കി വയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ വാട്ട് ഈസ് മെൻ ബൈ നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ, ഇൻ്റഗ്രൽ സൈ സ്റ്റാർ d2 = 1 എന്ന് പറഞ്ഞിട്ടുള്ള നോർമലൈസേഷൻ കണ്ടീഷൻ, അത് നോക്കി വയ്ക്കാം. അത് ഷോർട്ട് ക്വസ്റ്റിന് ചോദിക്കാം. ദെൻ ആപ്ലിക്കേഷൻ ടു ഹൈഡ്രജൻ ആറ്റം. ഷ്രോഡിംഗർ ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്താണ്. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലും അതുപോലെ തന്നെ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലും അത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാവുന്നതാണ്. അത് ഓർത്ത് എഴുതുക. പിന്നെ ക്വാണ്ടം നമ്പേഴ്സ് +2 മുതൽ പഠിക്കുന്നതാണ്. 4 ഡിഫറെൻറ്റ് ക്വാണ്ടം നമ്പേഴ്സ്, അതിൻ്റെ വാല്യൂ, വേരിയേഷൻ എല്ലാം അത് നോക്കി വയ്ക്കുക. ഇത് ഇപ്പോഴും ചോദിക്കുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കൊളോയിഡ്സ് ആൻഡ് അഡ്സോർപ്ഷൻ ആണ്. അപ്പോൾ അതിൽ കൊളോയിഡൽ സ്റ്റേറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് സോളിഡ്, ലിക്വിഡ് ഗ്യാസ്, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിൾസും നോക്കി വയ്ക്കുക.
ദെൻ സോൾസ്, ജെൽസ്, ഹൈഡ്രോസോൾസ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ടല്ലോ, സ്പെസിഫിക് ആയിട്ടുള്ളതെല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ചാർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ടെക്സ്റ്റിൽ. ദെൻ കൈനറ്റിക്, ഓപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. കൈനറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂവ്മെൻ്റാണ്, ബ്രൗണിയൻ മൂവ്മെൻ്റ് ഉണ്ട്. ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ടിൻഡാൽ ഇഫക്റ്റ് ഉണ്ട്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസ്. അപ്പം ഈ 3 അങ്ങനെയാണ് അതിൻ്റെ പേരുകൾ വരുന്നത്. അപ്പോൾ അത് 3 നോക്കി വയ്ക്കുക. ഷോർട്ട് ക്വസ്റ്റിന് ചോദിക്കാം. ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. അതിൽ അൾട്രാ ഫിൽട്രേഷനും ഇലക്ട്രോ ഡയാലിസിസും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഷോർട്ട് ക്വസ്റ്റിനും അതുപോലെ തന്നെ 4 മാർക്സ് ക്വസ്റ്റ്യനിലും ചോദിക്കാവുന്നതാണ്. ദെൻ അൾട്രാ മൈക്രോസ്കോപ്പ്, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ആൻഡ് സീറ്റ പൊട്ടൻഷ്യൽ. ഇതും ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. സീറ്റ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയറും സീറ്റ പൊട്ടൻഷ്യൽ. പിന്നെ കൊയാഗുലേഷൻ ഓഫ് കൊളോയിഡ്സ്, അതായത് പ്രസിപ്പിറ്റേഷനാണ്. കൊളോയിഡ് എന്ന് പറയുന്ന ഒരു സസ്പെൻഷനാണ്. ചില ഇലക്ട്രോലൈറ്റ്സിൻ്റെ അഡീഷൻ കൊണ്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതിൻ്റെ ചാർജ് പാർട്ടിക്കിൾസ് എല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റിലേക്ക് മാറുന്നതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ആ കൊയാഗുലേഷനിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഹാർഡി-ഷൂൾസ് റൂൾ അല്ലെങ്കിൽ ഷൂൾസ്-ഹാർഡി റൂൾ. അതായത് പ്രസിപ്പിറ്റേറ്റിംഗ് അയോണിൻ്റെ ചാർജുമായിട്ട് പ്രസിപ്പിറ്റേറ്റിംഗ് പവറിൻ്റെ റിലേഷനാണ്. അത് ഈ പേരിൽ തന്നെ അറിയപ്പെടുന്നു. അത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡ് നമ്പർ. ഇതെല്ലാം അവിടുന്ന് ചോദിക്കാവുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സെഡിമെൻറ്റേഷനും സ്ട്രീമിംഗ് പൊട്ടൻഷ്യലും അത് ഡെഫിനിഷൻ നോക്കി വയ്ക്കുക. ദെൻ ജെൽസ്, ഇലാസ്റ്റിക് ആൻഡ് നോൺ ഇലാസ്റ്റിക് ജെൽസ്, ഇംബിബിഷൻ നോക്കുക, സൈനർസിസ് നോക്കുക. ദെൻ മിസൽ ഫോമേഷൻ, ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ അത് നോക്കുക. സോപ്പിൻ്റെ ആക്ഷനിലാണ് മിസൽ ഫോമേഷൻ വരുന്നത്. പോളാർ, നോൺ പോളാർ എൻഡ്സ് ഓയിലുമായിട്ടുള്ള സോപ്പിൻ്റെ ആക്ഷനിൽ വരുന്നതാണ്. അത് നോക്കി വയ്ക്കാം, മിസൽ ഫോമേഷൻ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, അതിൽ കോട്ടറൽ പ്രസിപ്പിറ്റേറ്റർ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ച് വരാറുണ്ട്. ദെൻ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ, അതായത് വാട്ടറിലുള്ള കൊളോയിഡലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്, അങ്ങനെ കുറേ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കി വയ്ക്കുക. പിന്നെ ഡെൽറ്റ ഫോമേഷൻ എന്ന് പറയുന്നത് റിവർ ബാങ്ക്സിലുള്ളത്, റിവർ സൈഡിലുള്ള ഡെൽറ്റ ഫോമേഷൻ. ജനറൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇത് രണ്ടും ചോദിക്കുന്നത്, ഈ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറും അതുപോലെ ഡെൽറ്റ ഫോമേഷനും. പിന്നെ അഡ്സോപ്ഷനിൽ ഫിസിക്കൽ അഡ്സോപ്ഷൻ, കെമിക്കൽ അഡ്സോപ്ഷൻ, ഫിസീസ് ഓപ്ഷൻ ആൻഡ് കെമീസ് ഓപ്ഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഫ്രണ്ട്ലിഷ് അഡ്സോപ്ഷൻ ഐസോത്തോം, അതും അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഫ്രണ്ട്ലിഷ് അത് നിങ്ങൾക്ക് ഡെറിവേഷൻ എല്ലാം എഴുതാൻ എപ്പോഴും ടീച്ചേഴ്സ് ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഡെറിവേഷൻ ഓഫ് ലാങ്മൂർ അഡ്സോപ്ഷൻ ഐസോത്തോം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് BET ആൻഡ് ഗിബ്സ് ഐസോത്തോം, BET ഐസോത്തോംസും ഗിബ്സ് ഐസോത്തോമും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷം നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യനകത്ത് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെയിം 2 ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റേഴ്സ്, അത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്ററും ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററുമാണ്. നെയിം ചെയ്യാനേ പറഞ്ഞിട്ടുള്ള പേര് മാത്രം. ചിലപ്പം അത് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയും. 2 മാർക്സ് ക്വസ്റ്റ്യനിലും അത് ചോദിക്കാം. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. പിന്നെ ബാക്കി വരുന്ന അറീനിയസ് ഇക്വേഷൻ കൈനറ്റിക്സിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആ ഒരു ക്വസ്റ്റ്യനെ അവിടുന്ന് ചോദിച്ചിട്ടുള്ളൂ. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ മോഡൽ ക്വസ്റ്റ്യനകത്ത് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് 1 മാർക്കിൻ്റെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. 2 മാർക്സിൽ എക്സ്പ്ലെയിൻ ആൻ ഐജൻ ഫംഗ്ഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഇത് ആ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ഐജൻ ഫംഗ്ഷൻ ആൻഡ് ഐജൻ വാല്യൂ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ഗിവ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ ഓഫ് എ വേവ് ഫംഗ്ഷൻ. എന്താണ് നോർമലൈസേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ നോർമലൈസേഷൻ കണ്ടീഷൻ ഓഫ് എ വേവ് ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട് 2 മാർക്സിൽ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കാം. 4 മാർക്സ് ക്വസ്റ്റ്യനിലാണ് ഡിസ്കസ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.